പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട്. സ്നോയിലൊക്കെ പോകുമ്പോ കുത്തി വരുന്നത്. ഇത് പ്രശ്നമാണിത് സജി. റേൻ ഡ്രൈവർ ഞങ്ങൾ ഫുജേര ഡാമിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങളിപ്പം പൊതിച്ചോറ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. കാണാം. ബിരിയാണി. ഇത് സോറി പൊതി ബിരിയാണിയാണ്. സ്മെല്ല് നന്നായിട്ട് കിട്ടുന്നുണ്ട് ശരിക്കും. ആക്ച്വലി ഞാൻ നോക്കിയത് മുട്ടയാണ് അതിന്റെ ഹൈലൈറ്റ്. അടിപൊളി. ഇനി ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഈ വ്യൂ ഒക്കെ കണ്ട് നല്ല തണുപ്പുള്ള സമയമാണ്. നല്ല അടിപൊളി നല്ല തണുപ്പാണ്. അല്ല വെയിലുണ്ടെങ്കിലും നമുക്ക് ആ ചൂട് അനുഭവപ്പെടുന്നില്ല. അതാണ് അതിന്റെ ഹൈലൈറ്റ്. കുട്ടികളും എല്ലാരും ഇരുന്ന് കളിക്കാൻ പോവാണ്. ഒത്തിരി ആളുകളുണ്ട്. വാവ്. നടക്കുന്നിടത്താണ്. ഇവിടുത്തെ ലൈവ് ദൃശ്യങ്ങളാണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ ബുൾ ഫൈറ്റ് ആണ്. ഇതിനെ കുറിച്ച് കൂടുതൽ പറയും ഷൈജോ. ഇപ്പൊ ഞങ്ങളുടെ കൂടെ ചേരുന്നതാണ്. ഇതിനെ കുറിച്ച് കൂടുതൽ പറയാൻ വേണ്ടി. പറയൂ. പറഞ്ഞു പക്ഷെ അതിനകത്ത് നിൽക്കുന്ന ആളുകൾ എന്ത് ധൈര്യത്തിൽ ജീവനെ കൊണ്ട് തിരിച്ചോടി വരും കേട്ടോ. റിയ മാറിക്കോ. അറിയത്തില്ല. ഞാൻ ആദ്യത്തെ വീഡിയോ തടസ്സപ്പെട്ടു. കാരണം 2 ബുള്ള് നമ്മുടെ എതിരെയായിരുന്നു ഓടി വന്നത്. അതുകൊണ്ട് ഷൈജു കൂടെ ഉണ്ടായോണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാനും. ഷൈജു ഇതിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. പറയൂ ഷൈജു. ഇത് വളരെ പെട്ടെന്നായിരുന്നു നമ്മുടെ അടുത്തേക്ക് വന്നത്. നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. ഇതിൽ എൻജോയ് ചെയ്ത് നിൽക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു ഇത് വന്നത്. എങ്ങനെയാണ് ഷൈജു എങ്ങനെയാണ് നടത്തിയത്? ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് 1 മിനിറ്റ് ഷൈജു, ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. നമുക്ക് ഇവിടുത്തെ ഒന്ന് കാണാം. ഓ മൈ ഗോഡ്. അങ്ങനെ ഞങ്ങൾ ഒരു രസകരമായ യാത്ര കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ് ഷാർജയിലോട്ട്. ഇതിനിടയിൽ ഞങ്ങൾ എന്തൊക്കെ കാണുമെന്ന് ഞങ്ങൾ അറിയത്തില്ല. ഞങ്ങൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെയും ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും, അറിയിക്കുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഇന്ന് പോയ സ്ഥലങ്ങളെ കുറിച്ച് ഇച്ചിരി ചിന്നു നിനക്ക് എന്താണ് പറയാനുള്ളത്? എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ യാത്ര? ചിന്നു പറയൂ. നല്ല രസകരമായ യാത്രയായിരുന്നു. എൻജോയ് ചെയ്തു. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതായിരുന്നു? നമ്മുടെ ആ ഡാമിന്റെ സൈഡിൽ നിന്ന് പൊതി ബിരിയാണി കഴിച്ചത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. അതെ, പൊതി ബിരിയാണി കഴിച്ച അനുഭവം. അതെ, അത് ഇഷ്ടപ്പെട്ടു. എനിക്കും. പിന്നെ ആ മല കയറിയത്, മലയാറ്റൂർ മല കയറുന്ന ഒരു അനുഭവം ഞങ്ങൾക്ക് ഇവിടെ വെച്ചുണ്ടായി. നടന്നങ്ങോട്ട് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവിടെ ഒരു കുട്ടീനെ ഒക്കത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെയും കൂടാണ്. അല്ലാതെ കുഴപ്പമൊന്നുമില്ല. നല്ല അടിപൊളി ഒരു യാത്രയായിരുന്നു. ഇതിനെ കുറിച്ച് കൂടുതൽ ബിരിയാണിയിലെ മുട്ട എങ്ങനെ ഉണ്ടായിരുന്നു? മുട്ടയായിരുന്നു അതിന്റെ ഹൈലൈറ്റ്. ബിരിയാണിയുടെ ഹൈലൈറ്റ് മുട്ടയുണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അതെല്ലാം കൂടെ കാണിക്കാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ ഒത്തിരി വിശന്നിരിക്കുമായിരുന്നു. പക്ഷെ ഞങ്ങൾ
ബിരിയാണി കാണിച്ചില്ലെന്നല്ല, പക്ഷെ മൊത്തം ഞങ്ങൾ കഴിക്കുന്നതായും ഞങ്ങൾ കാണിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് പറ്റിയില്ല. അടുത്ത വീഡിയോയിൽ ഞങ്ങൾ അതെല്ലാം കാണിക്കുന്നതായിരിക്കും. അതെ, ഞങ്ങൾ ആ ബുള്ളിനെ കുറിച്ച് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തില്ല. ബുള്ളിനെ എങ്ങനെയാണ് പുള്ളി നിർത്തി വെച്ചതെന്നൊക്കെ പുള്ളി ഇപ്പൊ വണ്ടി ഓടിക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞു തന്നെ എങ്ങനെയായിരുന്നു പുള്ളി ആ ബുള്ളിനെ അവിടെ നിർത്തിയതെന്ന്. ബുള്ളി ഞങ്ങളുടെ എതിരെ 2 ബുള്ളായിരുന്നു ഞങ്ങളുടെ എതിരെ വന്നേ. പുള്ളി നല്ല എന്താ ബുദ്ധികരമായിട്ട് പുള്ളി കൈകൊണ്ട് ഞങ്ങളുടെ ക്യാമറ താഴേക്ക് പോയി. ആക്ച്വലി ഇത് സിജോന്റെ ഡ്രസ് കണ്ടിട്ടാണ് ഓടി വന്നത്. സിജോനെ അറ്റാക്ക് ചെയ്യണ കണ്ടു. അതായത് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ അറ്റാക്ക് ചെയ്യുന്ന കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല. എന്റെ ഉള്ളിലുള്ള ആ ഫ്രണ്ട്ഷിപ്പ് ഉണർന്നു. അതാണ് ആ വീഡിയോ ഞങ്ങൾ ഇടുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് പുള്ളി സ്റ്റോപ്പ് കാണിച്ചത്. അതെ, ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. കുട്ടികള് ചിപ്സും കാര്യങ്ങളൊക്കെ കഴിച്ചു. കുട്ടികൾ ബാക്കിൽ എൻജോയ് ചെയ്തിരിക്കും. ഇത് ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങൾ കാണുന്നതാണ് ഇതൊക്കെ. അവിടെ ഫുജേറ എയർപോർട്ടാണ്. ഞങ്ങൾ വിജയകരമായി വന്നു, എത്തിയിരിക്കുന്നു. തിരിച്ചെത്തി. നല്ലൊരു യാത്രയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ ബൈ. സൈനിങ് ഓഫ് ഫോർ നൗ. ബൈ. ബൈ പറയൂ എല്ലാവരും. ബൈ പറയൂ.